ഈ വീഡിയോ ഒന്ന് സേവ് ചെയ്തിട്ട് കണ്ടാൽ മതി കേട്ടോ. ഇത് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ എന്തായാലും സേവ് ചെയ്യും. അപ്പോൾ അത് നമുക്ക് ലാഭിക്കാലോ. അപ്പോൾ പുഴുങ്ങിയെടുത്ത ഒരു മധുരക്കിഴങ്ങ് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു കപ്പ് ഗോതമ്പ് പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് പൾസ് മോഡിലിട്ട് ഒരു 2-3 പ്രാവശ്യം കറക്കിയെടുത്ത് ഇതുപോലെ ഒന്ന് മാവ് കുഴച്ചെടുക്കാം. കുഴച്ചെടുത്ത മാവ് ഒരു ബൗളിലേക്ക് മാറ്റി കുറച്ച് എണ്ണയും ഒഴിച്ചു കൊടുത്ത് നേർ പകുതിയാക്കി ഉരുട്ടിയെടുത്ത് മാറ്റി വെക്കാം. ഇനി ഒരു ബൗളിലേക്ക് കുറച്ച് തേങ്ങ ചിരവിയതും ചീവിയെടുത്ത കുറച്ച് ശർക്കരയും 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും ചേർത്ത് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്ത് അതും ഒന്ന് മാറ്റി വെക്കാം. ഇനി സെറ്റ് ചെയ്യേണ്ട പാത്രത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്ത് ഈ പാത്രത്തിന്റെ എല്ലാ ഭാഗത്തേക്കും ഈ നെയ്യ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്ത് ഉരുട്ടി വെച്ച മാവിന്ന് ഒരു ഉരുള എടുത്ത് ഇതുപോലെ പാത്രത്തിലേക്ക് ഒന്ന് കൈ വെച്ച് പ്രസ് ചെയ്ത് പരത്തി വെച്ച് കൊടുത്ത് ഇനി ഇതിന് മുകളിലേക്ക് നമ്മൾ തേങ്ങയും ശർക്കരയൊക്കെ മിക്സ് ചെയ്ത് വെച്ച ഫില്ലിങ്സ് ഇല്ലേ, അതും ഇതുപോലെ നിരത്തി ഇട്ട് കൊടുത്ത് ബാക്കിയുള്ള ഒരു ഉരുള മാവെടുത്ത് കയ്യിൽ വെച്ച് തന്നെ ഇതുപോലെ ഒന്ന് പരത്തിയെടുത്ത് ഇനി ഇത് ഫില്ലിങ്സിന് മുകളിലേക്ക് വെച്ച് കൊടുത്ത് കൈ വെച്ച് തന്നെ ഫില്ലിങ്സ് ഒക്കെ മൂടി ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. ഇനി ഇത് ഇഡ്ഡലിച്ചെമ്പിൽ ഒരു 15 മിനിറ്റ് ആവിയിൽ വേവിച്ചതിന് ശേഷം മൂടി തുറന്ന് നോക്കുമ്പോൾ നോക്കിയ മാവൊക്കെ നല്ലപോലെ വെന്ത് സെറ്റായി വന്നിട്ടുണ്ടാവും. ഇനി ആ വലിയ ചൂടൊക്കെ ഒന്ന് ആറിയതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് ഇതുപോലെ മറിച്ചിട്ട് കൊടുത്ത് ഇഷ്ടത്തിനനുസരിച്ച് മുറിച്ച് കഴിച്ചാൽ മതി. അപ്പം നമ്മുടെ ഈ മധുരക്കിഴങ്ങ് വെച്ചുള്ള ആട്ടം നല്ല സൂപ്പറാണ്. അപ്പോൾ എങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കല്ലേ. അപ്പോൾ ഇതേപോലെയുള്ള ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പീസിന് ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഓക്കെ, ബൈ.